മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായി ഇരു കൂട്ടരും പരസ്പരം ദൂതന്മാരെ സന്ധി സംഭാഷണത്തിനായി അയച്ചു. അങ്ങനെ ഹസ്തിനാപുരത്തിന്റെ പക്ഷത്ത് നിന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മന്ത്രിപ്രമുഖനാകുന്ന സഞ്ജയനാകുന്നു പാണ്ഡവരുടെ അടുക്കലേക്ക് പോയത്. എന്നാൽ അദ്ദേഹത്തിനോട് അത്യധികം ബഹുമാനത്തോടു കൂടി തന്നെ പാണ്ഡവന്മാർ തങ്ങളുടെ രാജ്യം തിരികെ നൽകുവാനായി ആവശ്യപ്പെടുന്നു. അതായത് ഇന്ദ്രപ്രസ്ഥം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് വന്ന് പറയുന്നു, മഹാരാജാവിന്റെ സന്ദേശവാഹകനായി പോയ ഞാൻ പാണ്ഡവന്മാരുടെ അടുത്ത് ചെന്ന് ലഭിച്ച വൃത്താന്തങ്ങൾ നിങ്ങളെ അറിയിക്കുവാനായി ആഗ്രഹിക്കുന്നു. സഞ്ജയൻ ഇപ്രകാരം പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു, സഞ്ജയ, ധനുർധരനാകുന്ന ധനഞ്ജയൻ എന്താണെന്ന് പറഞ്ഞതെന്ന് കേൾക്കട്ടെ. രാജാവിന്റെ കൽപ്പനയെ മാനിച്ച് സഞ്ജയൻ മറുപടി പറഞ്ഞു. യുദ്ധസന്നദ്ധനായ അർജുനൻ ധർമ്മരാജാവിന്റെ അനുമതിയോടുകൂടി കേശവൻ കേൾക്കെ പറഞ്ഞ വാക്യം ദുര്യോധനൻ കേൾക്കേണ്ടത് ആകുന്നു. ഇവിടെ വെച്ച് സ്വന്തം ബാഹുവീര്യത്തിന്റെയും വാസുദേവ സഹായത്തിന്റെയും കരുത്തോടെ പോരിനൊരുങ്ങി നിൽക്കുന്ന കിരീടി എന്നോട് പറഞ്ഞത് ഇപ്രകാരം ആകുന്നു, ഭവാൻ കൗരവസഭയിൽ വെച്ച് ദുര്യോധനനോട് ദുർഭാഷണനും ദുർബുദ്ധിയുമായ ആ സൂതപുത്രൻ കേൾക്കെ പറയണം. അതായത് കർണൻ കേൾക്കെ പറയണം, എന്നോട് എന്നും പോരിന് സന്നദ്ധനായ മന്ദബുദ്ധിയുടെ മരണം അടുത്തവനും മൂഢനുമായ അവൻ കേൾക്കുമാറ്, കൗന്ദയന്മാരോട് യുദ്ധത്തിനായി വന്നു ചേർന്ന മറ്റു രാജാക്കന്മാരോട് കേൾക്കുമാറ്, അമാത്യന്മാരോട് ചേർന്ന് രാജാവ് കേൾക്കുമാറ് എന്റെ വാക്യം കേൾപ്പിക്കുക. ഇന്ദ്രവാക്യം ദേവസമൂഹ എന്ന പോലെ കിരീടിയുടെ വാക്യം പാണ്ഡവ സന്നിധിയിൽ വെച്ച് എല്ലാവരും കേൾക്കെ ആ ഗാന്ധീവി ഇങ്ങനെ പറഞ്ഞു. അവൻ പറഞ്ഞപ്പോൾ അവന്റെ നേത്രങ്ങൾ രക്താംബുജം പോലെ പ്രശോഭിച്ചു. അർജുനൻ ഇപ്രകാരം തുടർന്നു, എന്റെ വാക്ക് അവരെല്ലാവരും കേൾക്കെ തന്നെ പറഞ്ഞേക്കൂ. യുധിഷ്ഠിര രാജാവിന്റെ രാജ്യം ദുര്യോധനൻ വിട്ടുകൊടുക്കാതിരുന്നാൽ മുമ്പേ ചെയ്തതും അനുഭവിക്കാതെ കിടക്കുന്നതുമായ എന്തോ മഹാപാപത്തിന്റെ ഫലം ധാർതരാഷ്ട്രന്മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കേണ്ടതായി വരും. ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, കൃഷ്ണൻ, സാത്വകി, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, യുധിഷ്ഠിരൻ എന്നിവരോട് ചേർന്ന് ദുര്യോധനൻ അപകാരത്തിന് ഒരുങ്ങുകയാണെങ്കിൽ അന്ന് കാണാം ആകാശവും ഭൂമിയും ഒരുപോലെ തന്നെ ദഹിക്കുന്നത്. ഇവരോടെല്ലാം പോരാടി ഇവരെയൊക്കെ പരാജിതരാക്കി പാണ്ഡവവധം കൈക്കലാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിശൂന്യത ആകുന്നു. പാണ്ഡവഹിതത്തിനായി അർദ്ധരാജ്യം നൽകാതെ യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ, ധർമ്മചാരിയാകുന്ന യുധിഷ്ഠിരൻ നാട് കടത്തപ്പെടുകയാണെങ്കിൽ ദുഃഖശയ്യയിൽ കിടന്ന് കഴിയേണ്ടി വന്നതിനേക്കാൾ കഠിനമായ ദുഃഖമാകും അത് അർദ്ധരാഷ്ട്രൻ അനുഭവിക്കുന്നത്. ജ്ഞാനവും ധമവും ഹ്രീകവും തപവും ശൗര്യവും ധർമ്മവും ത്രാണവും തികഞ്ഞ പാണ്ഡവന്മാരിൽ ദുരാത്മാവായ ദുര്യോധനൻ അന്യായമായി കയ്യേറുകയാണ് ചെയ്തിരിക്കുന്നത്. സത്യം, വിനയം, അടക്കം, തപസ്, ധർമ്മരക്ഷ എന്നീ ഗുണങ്ങൾ ചേർന്നവനും സത്യവാദിയും ക്ഷമവാനുമായ യുധിഷ്ഠിര രാജാവിനെ കപടവാക്കുകൾ പറഞ്ഞ് വഞ്ചിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഏറ്റവും ദുഃഖിപ്പിച്ചിരിക്കുന്നത്. തീഷ്ണവ്രതനായ പാണ്ഡവജ്യേഷ്ഠൻ തന്നിൽ വളരെ കാലമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഘോരമായ ക്രോധത്തെ തീവ്രമായ സംരംഭത്തോടുകൂടി കൗരവന്മാരിൽ എന്ന് വിടുന്നുവോ അന്ന് ദുര്യോധനൻ യുദ്ധം കൊണ്ടുള്ള സന്താപം അനുഭവിക്കും. അമർഷനും ഭീമവേഹനുമായ ഭീമസേനൻ ഗത കൈയിലേന്തി ക്രോധവിഷം വമിച്ചുകൊണ്ട് രഥത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ആര് നേരിടും? അന്ന് യുദ്ധം കൊണ്ടുള്ള സന്താപം ധാർതരാഷ്ട്രന്മാർ അനുഭവിക്കും. പടത്തലയ്ക്കൽ ചട്ടയിട്ട് പരമവീരനുമായ ഭീമൻ അന്തകനെ പോലെ ശത്രുക്കളെ അടിച്ചു കൊന്നു തുടങ്ങും. ആ സമയത്ത് എൻ്റെ ഈ വാക്ക് ഏവരും ഓർക്കും. ഭീമസേനൻ വധിച്ചു വീഴ്ത്തുന്ന കുന്നുപോലെയുള്ള ഗജങ്ങൾ അടിയേറ്റ് മസ്തകം തകർന്ന് കുടലിൽ നിന്ന് ജലമൊഴുകുന്നത് പോലെ രക്തം വാർന്ന് കിടക്കുന്നത് കാണണോ? അങ്ങനെയുള്ള ആ കാഴ്ച കണ്ട് ധൃതരാഷ്ട്രപുത്രന്മാർ ദുഃഖിക്കും. ഭയങ്കരമായ സിംഹം പശുക്കൂട്ടത്തിൽ എന്ന പോലെ ഭീമരൂപിയാകുന്ന ഗദാധരൻ ഭീമൻ 100 പേരെ കൊന്നുവീഴ്ത്തും. ആപത്തിൽ ഭയമില്ലാത്ത കൃതാസ്ത്രനും എതിർക്കുമ്പോൾ ശത്രുവർഗത്തെ പൊടിപൊടിയാക്കുന്നവനും ഒറ്റത്തേരിൽ വന്ന് ഗദാഘാതത്താൽ കാലാളുകളെയും തേരുകളെയും തകർത്തുവിടുത്ത ഭീമൻ ഗജയുധത്തെ എപ്പോൾ മുടിക്കുന്നുവോ അപ്പോൾ ദുര്യോധനൻ അനുഭവിക്കും. പുല്ലുമേഞ്ഞ ഗ്രാമം തീപിടിച്ചാൽ
എന്ന വിധം ധാർതരാഷ്ട്രന്മാരുടെ സൈന്യം ഇടുത്തി പോലെ കത്തും. അപ്പോൾ ആ ധാർതരാഷ്ട്രൻ അനുഭവിക്കും. ഭീമൻ പിന്തുടർന്ന് ചിത്രയോധികളാകുന്ന കൗരവന്മാരുടെ എല്ലാവരുടെയും ശിരസുകൾ അനായാസന വെട്ടി കുന്നുപോലെ കൂട്ടും. അപ്പോഴുള്ള യുദ്ധത്തിന്റെ സന്താപം ആ ധാർതരാഷ്ട്രൻ അനുഭവിക്കും. അനുകൂലമായ ഗതിയും നിശബ്ദമായ അക്ഷവും ദീർഘമായ തന്തുവും ഇണങ്ങിയ കുതിരകളും ചേർന്ന് രഥത്തിൽ കയറി നകുലൻ രാജാക്കന്മാരുടെ ശിരസുകൾ അറുത്ത് വീഴ്ത്തും. യുദ്ധത്തിൽ ചുറ്റി സഞ്ചരിച്ച് സർവ്വദിക്കിലും പാഞ്ഞു ചെന്ന് മഹാഭയം നൽകുന്ന അവന്റെ രീതി കണ്ട് ആ ധാർതരാഷ്ട്രൻ ദുഃഖിക്കും. ശ്രീമാനും നിപുണനും സത്യവാദിയുമാകുന്ന സഹദേവൻ യുദ്ധത്തിൽ ശത്രുക്കളെ അടിച്ചു തകർത്ത് വീഴ്ത്തുന്നത് കണ്ട് ശകുനിയുടെ തേരും ശകുനിയെയും ഇല്ലാതാക്കുന്നത് കണ്ട് ആ ധാർതരാഷ്ട്രൻ ഒരിക്കലും ദുഃഖിക്കാതെ ഇരിക്കുകയില്ല. എപ്പോൾ ശരം കൊണ്ട് അഭിമന്യു മേഘം പോലെ വർഷിച്ച് ശത്രുസംഘം മുടിക്കുന്നുവോ, കൃഷ്ണതുല്യനും കൃതാസ്ത്രനുമായ അവന്റെ പരാക്രമത്തെ എപ്പോൾ കാണുന്നുവോ, അപ്പോൾ യുദ്ധത്തിനുള്ള സന്താപം ദുര്യോധനൻ അനുഭവിക്കുന്നത് കാണാം. ആ സൗഭദ്രൻ ബാലനാണെങ്കിലും മുതിർന്നവനെ പോലെ വീര്യവാനാകുന്നു. ശത്രുപ്പടയിൽ കാലനെ പോലെ ചുടിച്ചു കയറി അവൻ യുദ്ധം ചെയ്യും. അപ്പോൾ ദുര്യോധനൻ അനുഭവിക്കും. യുവാക്കളും ശീഘ്രന്മാരും വിഷാദരന്മാരും സിംഹരൂപികളുമാകുന്ന ധാർതരാഷ്ട്രന്മാരെ സൈന്യത്തോടു കൂടി വെട്ടിയിറക്കുന്നത് മഹാവൃദ്ധനായ ദ്രുപദ രാജാവ് ചെയ്യും. യുവാക്കന്മാരുടെ ശിരസ് അറുത്തു വീഴ്ത്തും അദ്ദേഹം. വൃദ്ധനായ വിരാടൻ രഥസന്നിധനായി യുദ്ധക്കളത്തിൽ നിറഞ്ഞാടും. കുരുപ്രവീരനായ ഭീഷ്മരോട് ചട്ടയിട്ട് ശിഖണ്ഡി പോരാടും. കൗരവപ്രവീരനായ ഭീഷ്മർ യുദ്ധത്തിൽ ശിഖണ്ഡിയാൽ ഹതനായി തീരും. എന്റെ അസ്ത്രത്താൽ യുവാക്കളുടെ ശിരസ് കൂട്ടം കൂട്ടമായി വീഴും. രഥത്തിൽ നിന്നും ഗജങ്ങളിൽ നിന്നും അശ്വങ്ങളിൽ നിന്നും എന്റെ അമ്പുകൾ വീണ് യോദ്ധാക്കൾ മരിക്കും. വായി തുറന്ന അന്തകനെ പോലെ ശരജാലങ്ങൾ കാലാൾപ്പടയിലേക്ക് വന്നു കയറും. രഥത്തിൽ എന്നെയും വാസുദേവനെയും പാഞ്ചജന്യത്തെയും ദേവദത്തത്തെയും ശ്വേതാശ്വങ്ങളെയും അക്ഷയമായ തൂണികളെയും ഒന്നിച്ച് കാണുമ്പോൾ ആ ധാർതരാഷ്ട്രന്മാർ വല്ലാതെ വ്യസനിക്കും. ഇവയൊക്കെയാകുന്നു എനിക്ക് പറയാനുള്ളത്. വൃദ്ധനായ ഭീഷ്മർ, ദ്രോണർ, കൃപർ, അശ്വത്ഥാമാവ്, ബുദ്ധിശാലിയാകുന്ന വിതുരർ എന്നിവരെല്ലാവരും പറയുന്നത് കേട്ട് അപ്രകാരം നടന്നാൽ കുരുക്കന്മാർക്ക് ആയുസ്സോടുകൂടി ജീവിക്കാം. ഇടഞ്ഞാൽ രക്ഷയുണ്ടാകില്ല. അത് ചെന്ന് സഞ്ജയ അങ്ങ് കുരുക്കന്മാരോട് പറഞ്ഞാലോ? ഇങ്ങനെയാകുന്നു അർജുനൻ പറഞ്ഞയച്ചത്. കൗരവരുടെ നിറഞ്ഞ സഭയിൽ സഞ്ജയൻ വ്യക്തമായി തന്നെ പറഞ്ഞ് ഉണർത്തിച്ചു.